അക്കാലത്തേതും ഇന്നത്തെയുമായ ഗോസ്പൽ നൽകുന്ന വെളിച്ചം ഒറ്റ പാറ്റേണിലാണ്. അതായത് ഇന്നലെ ഷിമിയോൻ പള്ളിയിലിരുന്ന സമയത്താണ് ഉണ്ണീശോയെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞത്. അതേ കണക്ക് പള്ളിയിലായിരുന്ന മറ്റൊരാൾ കൂടി ഈശോയെ മനസ്സിലാക്കി. അതാരാണെന്നറിയോ? ഒരു വിധവയാണ്. അവൾ കാത്തിരിക്കുകയായിരുന്നു വർഷങ്ങളോളം രക്ഷകനെ കാണാൻ വേണ്ടി. അങ്ങനെ പള്ളിയിൽ കാത്തിരുന്ന മറ്റൊരാൾ കൂടി ഈശോയെ മനസ്സിലാക്കി. അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു കാര്യം ഈ രണ്ടുപേരിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. പള്ളിയിൽ ആയിരുന്നവർ, കാത്തിരുന്നവർക്ക് യേശുവിനെ കാണാൻ പറ്റി. അവർക്ക് മനസ്സിലായി അവർക്കിതാണ് രക്ഷകനെന്ന്. അവർ ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് വിരാമമുണ്ടായി. ഈ പള്ളിയിലിരുന്നവർക്ക് ഒന്നും ചെയ്യാത്ത ബലഹീനായ ഒരു ഉണ്ണീശോയിലെ ദൈവമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അത് പള്ളിയിലായിരുന്നതുകൊണ്ടാണ്, പള്ളിയിലെ കാത്തിരിപ്പ് കൊണ്ടാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, നമ്മളൊക്കെ പള്ളിയിൽ ഒരു കാത്തിരിപ്പ് ചില സമയങ്ങൾ ഉണ്ടാകുന്നില്ലേ? നമ്മളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെയൊക്കെ അഭിലാഷങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ നമ്മൾ വർഷങ്ങളോളം പ്രാർത്ഥിക്കാറില്ലേ? എന്നിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലില്ലേ? ഇവിടെ ഒരു വിധവയുടെ പ്രാർത്ഥന കഴിഞ്ഞ 84 വർഷമായിട്ട് രക്ഷകനെ കാണണം എന്നുള്ളതാണ്. അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവൾ കണ്ടു. ഷിമിയോന് അയാൾ കാത്തിരുന്നു. മരണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പോലും അയാൾ കാത്തിരുന്നു. അയാൾ കണ്ടു. ഇത്രയേ ഉള്ളൂ. പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് അതിനൊക്കെ ഒരു സമയമുണ്ട്. അത് ലഭിക്കാതെ പോകില്ല. നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണോ? നിങ്ങൾ പള്ളിയിലായിരുന്നുകൊണ്ട് കാത്തിരിക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. നിങ്ങൾ പള്ളിക്കകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ രക്ഷകൻ നിങ്ങളുടെ കൺമുമ്പിൽ വരും. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പേരാണ് പള്ളിക്കകത്തിരുന്നുകൊണ്ട് ദൈവത്തോട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്? ലഭിക്കാതെ വരുമ്പോൾ പള്ളിയിൽ നിന്ന് വിശ്വാസമില്ലെന്നൊക്കെ പറഞ്ഞ് മറുതലിക്കാൻ മനസ്സ് തിരിയുമ്പോൾ ഓർക്കണം, പള്ളിയിൽ ഇരുന്ന് കാത്തിരുന്ന 2 പേരുടെ ജീവിതമാണ് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ്, പള്ളിക്കകത്തുനിന്ന് വെയിറ്റ് ചെയ്യും. ഉത്തരം കിട്ടാതിരിക്കില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.